ഇടതുപക്ഷങ്ങളുടെ സ്വാധീനം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇല്ലാത്തതിൻ്റെ കുറവ് പാർലമെൻറ്റിൽ 5 വർഷക്കാലം പ്രതിഫലിച്ചു. ഈ 18ാം ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ മണ്ഡലത്തിൽ ആദ്യമായ ഒരാളല്ല. മണ്ഡലമൊക്കെ നേരത്തെ തന്നെ നല്ലപോലെ അറിയുന്ന ഒരു പ്രദേശമാണ്. എങ്കിലും ഇന്ന് ഇവിടെ ചിറ്റൂർ മണ്ഡലത്തിലെ വിവിധ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി, ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിയത്. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടം ആയി എന്ന് വേണമെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ കഴിയും. ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പ്രതിനിധീകരിച്ചാണ് ഞാൻ മത്സരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ പ്രാവശ്യം നമ്മുടെ കേരളത്തിൽ നിന്നും കൂടുതൽ സീറ്റുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇന്ത്യയിലെ ഇടതുപക്ഷ ചിന്താഗതിക്കാരും അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുമാത്രമല്ല, മതേതരവാദികളെല്ലാം ആഗ്രഹിക്കുന്നതും കൂടുതൽ സീറ്റുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരസ്ഥമാക്കണമെന്നാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം ഇന്ത്യൻ പാർലമെൻറ്റിൽ വളരെ കുറവായിരുന്നു. അംഗസംഖ്യ വളരെ കുറവായിരുന്നു. പാർലമെൻറ്റിൽ നടക്കുന്ന ഓരോ സംഭവവാസങ്ങളുള്ള പ്രതികരണം എടുത്തുകൊണ്ട് ജനങ്ങൾ തന്നെ പറയാൻ തുടങ്ങി, ഇടതുപക്ഷങ്ങളുടെ സ്വാധീനം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇല്ലാത്തതിൻ്റെ കുറവ് പാർലമെൻറ്റിൽ 5 വർഷക്കാലം പ്രതിഫലിച്ചു. ഓരോ സംഭവം ഉണ്ടാകുമ്പോഴും അവിടെ പ്രതികരണത്തിൽ ചെറിയ നമ്പറാണ് ഇടതുപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ പോലും വലിയുള്ള പ്രതികരണമാണ് ഉയർത്തിയത്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ അംഗസംഖ്യ ഇന്ത്യൻ പാർലമെൻറ്റിൽ വർദ്ധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും മതേതര പ്രസ്ഥാനങ്ങളും എല്ലാം കണക്കാക്കുന്നത്. അതിലേറ്റവും കൂടുതൽ സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന, ഇടതുപക്ഷത്തിന് സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് ഉജ്ജ്വല വിജയം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഇടതുപക്ഷ മുന്നണിയെ സ്നേഹിക്കുന്ന ആളുകളെല്ലാം തന്നെ ഇപ്പോൾ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇടതുപക്ഷ മുന്നണി പ്രവർത്തകർ മാത്രമല്ല, ഇടതുപക്ഷ മുന്നണിയെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഒരു മതേതരത്വം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ വിജയം കാംക്ഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആലത്തൂർ മണ്ഡലത്തിലെ ജനതയും ഇടതുപക്ഷത്തെ വരവേൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മറ്റു കാര്യങ്ങൾ പിന്നീട് പറയാവുന്നതാണ്. വലിയ ഭൂരിപക്ഷം പൊതുവെ ഒരു ആശങ്കയില്ല. വലിയ ഭൂരിപക്ഷം മറികടന്നിട്ടാണല്ലോ നിയമസഭാ മണ്ഡലങ്ങളിൽ പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ കഴിഞ്ഞ തവണ കൈവിട്ടു. ഒരു സ്ഥലത്ത് മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം മുഴുവൻ കേരളത്തിലെ ഒരു സീറ്റ് ഒഴികെ ബാക്കി എല്ലാ സീറ്റുകളിലും ഇടതുപക്ഷം പരാജയപ്പെടുകയാണ്. പിന്നീടാണ് കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇടതുപക്ഷത്തേക്ക് വന്നപ്പോഴാണ് ഒരു പാർലമെൻറ്റ് അംഗം കൂടി ഇടതുപക്ഷം മുന്നോട്ട് വെച്ചത്. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പൊതുവേ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പുറകോട്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു താൽക്കാലികമായിട്ടുള്ള തിരിച്ചടിയാണ് കഴിഞ്ഞ പ്രാവശ്യവും. ഇപ്പോൾ 7 മണ്ഡലമുണ്ട്. 7 മണ്ഡലം LDF തന്നെ. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അല്ലല്ലോ, ഇന്ന് കൂടുതൽ അനുകൂലമാണ് LDF. ശരി ശരി.